Hi everyone, welcome back to Harrison Academy. I'm Rizwan Ramzan Ahmed and ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ഈ സീരീസ് നമ്മൾ ആക്ച്വലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഏഡ് കാര്യങ്ങളാണ്. ഇതുവരെ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. യു ക്യാൻ ക്ലിക്ക് നൗ ആൻഡ് യു ക്യാൻ വാച്ച് ഓൾ ഓഫ് ദാറ്റ് വീഡിയോസ്. ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നൗ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ ടു ദ വീഡിയോ. സോ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് തരത്തിൽ ഷൂട്ട് ചെയ്യാം, റൈറ്റ്? സീറോ കോസ്റ്റ് ആയിട്ടും ഷൂട്ട് ചെയ്യാം, അതല്ല ഹൈ എൻഡ് പ്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഏതൊക്കെ തരത്തിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. സീറോ കോസ്റ്റ് ആയിട്ട് എങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് പ്ലീസ് മേക്ക് ഷുവർ യു ഫോളോ ഇറ്റ് ആൻഡ് ടേൺ ഓൺ ദ ബെൽ നോട്ടിഫിക്കേഷൻ. സോ ആദ്യമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഒരുപാട് ആക്സസറീസ് ഒന്നും നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓഡിയോ കിട്ടുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസോഴ്സ്, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ടതിലേക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്. ഇനി ഇതല്ലാത്ത തരത്തിലേക്കായിട്ട് എക്സ്ട്രാ വന്ന റിസോഴ്സ് ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോപ്പർ ലൈറ്റിംഗ് വന്നാൽ തന്നെ ബേസിക്കലി നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഒരുപാട് മാറ്റാനായിട്ട് അല്ലെങ്കിൽ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു തരം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൈ എൻഡ് ക്യാമറാസ്, ഹൈ എൻഡ് ലൈറ്റിംഗ്, ഹൈ എൻഡ് സ്റ്റുഡിയോസ്, ഹൈ എൻഡ് സെറ്റപ്പ്, ഹൈ എൻഡ് മൈക്രോഫോൺസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെ ടൈപ്പ് ഓഫ് തരത്തിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്ന് കംപ്ലീറ്റ്ലി ഫേസ്ലെസ് ആയിട്ടുള്ള വീഡിയോസ്, ലെറ്റ്സ് സേ ഇമേജസും സ്റ്റോക്ക് ഫുട്ടേജസും. അതല്ല, ഇതൊന്നല്ലാതെ നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ബിഹൈൻഡ് ലൈക്ക് എന്താ പറയുക, മറ്റ് കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ്, നിങ്ങളെ ഫേസ് കാണിക്കാത്ത തരത്തിലായിട്ടുള്ള ഫേസ്ലെസ് വീഡിയോസ് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. നമ്പർ 2, കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് വീഡിയോസ്. അതായത് നിങ്ങളൊന്നും അറിയുന്നില്ല, AI കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വീഡിയോസ് അഗെയിൻ സ്റ്റോക്ക് ഫുട്ടേജസ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യണം. നമ്പർ 3, സ്ക്രീൻ റെക്കോർഡിംഗ് ടൈപ്പ് ഓഫ് വീഡിയോസ്. അതായത് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തായിട്ട് നിങ്ങൾ അഗെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്ക്രീൻ റെക്കോർഡിങ്സ് മാത്രം വെച്ചിട്ട് മേ ബി വോയിസ് ഓവറും ഈവൻ വോയിസ് ഓവർ ഇല്ലാതെ കാണിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവൻ വോയിസ് ഓവർ അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് സംസാരിക്കുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടും ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വീഡിയോസ് കുഡ് ബി നിങ്ങൾ ഇരുന്നിട്ട് ഇതേപോലെ തന്നെ സംസാരിക്കുന്ന തരത്തിലായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊരു ഫോണോ ക്യാമറ അവിടെ വെച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് സിംപ്ലി ടോക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് അഗെയിൻ ഒബ്വിയസ്ലി ഇതിൻ്റെയൊക്കെ ഹൈബ്രിഡ് ആണ്. നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ കാലത്ത് തന്നെ യു കമ്മിങ് വിത്ത് ബി റോൾ, അനദർ ഫുട്ടേജസ്, എലമെന്റ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ദാറ്റ് ഇസ് അഗെയിൻ അനദർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, റൈറ്റ്? സോ ഇത്രയും തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ വേറെ നെക്സ്റ്റ് സെഗ്മെന്റ് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ലെറ്റ്സ് സേ 2, 3, 4 ആൾക്കാർ നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെറ്റപ്പ് മൾട്ടിപ്പിൾ ക്യാമറാസ്, യു ക്യാൻ സെറ്റപ്പ് മൾട്ടിപ്പിൾ ആംഗിൾസ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഡയമെൻഷൻസിലും മൾട്ടിപ്പിൾ വേസിലും ഒരു സ്റ്റോറി പറയാം. സോ ഒബ്വിയസ്ലി മൾട്ടി ക്യാമറാസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 2, 3 ഡിവൈസസ് ഷൂട്ട് ചെയ്യാനും മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. സോ വാട്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ യു വോണ്ട് എന്നുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ റിക്വയർമെന്റും അനുസരിച്ചിട്ടാണ് വരുന്നത്. വൺ തിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് എത്രത്തോളം പ്രൊഡക്ഷൻ വാല്യൂ കൂടുന്നോ അത്രത്തോളം നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും. സോ ഹൈ എൻഡ് പ്രൊഡക്ഷൻ, വെരി ഹൈ എൻഡ് പ്രൊഡക്ഷനിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഓഡിയൻസിൻ്റെ റിട്ടൻഷൻ കുറയും. നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിന് അത്രത്തോളം വാല്യൂ ഇല്ലാതാണെന്നുണ്ടെങ്കിൽ ഇതെന്താപ്പാന്ന് ആൾക്കാർ ചിന്തിച്ചിട്ട് ആൾക്കാർ അവിടുന്ന് റിട്ടൻഷൻ കുറയുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് യു ഹാവ് ടു എൻഷുർ ഇസ് ജസ്റ്റ് ഡു വിത്ത് വാട്ട് യു ഹാവ്. അല്ലാതെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ദാറ്റ് ഈസ് യുവർ ബെസ്റ്റ് ഗാഡ്ജറ്റ് യു ഹാവ്, റൈറ്റ്? അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് നിങ്ങളൊരു ഗാഡ്ജറ്റ് ചൂസ് ചെയ്യേണ്ടത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേസ് യു ക്യാൻ പ്രൊഡ്യൂസ് കണ്ടന്റ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു കണ്ടന്റ് ഐഡിയ വേണം, ഒരു സ്ക്രിപ്റ്റ് വേണം, എന്നിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ ഡു ഇറ്റ്. Okay, so I hope you got to know what are the different ways you can produce content. In the next video we'll talk about ഒരു ചെലവും ഇല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ട്രിക്സ് ടു ക്രിയേറ്റ് വീഡിയോസ് വിത്ത് 0 rupee investment. Take it, stay tuned, and we'll see you in the next one. 0 pages.